ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറകാട്ട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ആഗസ്റ്റ് 1-ാം തീയതി HSN നാച്ചുറൽ സയൻസിൻ്റെ കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ 150 ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെയാണ് നമ്മൾ സിലബസ് പൂർത്തീകരിക്കുക. പക്ഷേ നിങ്ങൾ 150 ദിവസം കൊണ്ട് ഞങ്ങൾ വിടില്ല. എക്സാം വരെ നിങ്ങൾ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ ഘടനയും മറ്റു വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക. നിങ്ങളുടെ ഈ ഒരു സിലബസ് ഉണ്ടല്ലോ, 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഏരിയയും 20 മാർക്കിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ടീച്ചിങ് മെത്തഡോളജി ഒക്കെ അടങ്ങിയിട്ട് ആ 20 മാർക്കിൻ്റെ ഏരിയയും ഈ മൊത്തം സിലബസും നമ്മൾ ഈ 150 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസങ്ങളാക്കി ക്രമീകരിച്ച് തരും. ആ 150 ദിവസത്തിൽ നമ്മൾ സിലബസ് ഏരിയ തീർക്കും. പിന്നീട് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സാം വരെ ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അപ് ടു എക്സാം ആണ് കോഴ്സ് വാലിഡിറ്റി. പിന്നെ റെക്കോർഡ് ക്ലാസ്സിലൂടെയാണ് നമ്മൾ ഈ സിലബസ് ഏരിയ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, തീർക്കുക. നിങ്ങൾക്ക് അതല്ലാതെ എന്താണ് ഇപ്പോൾ ഓരോ ഏരിയ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, ആ ഏരിയയിൽ കേരള റിനൈസൻസ്, അപ്പോൾ അതിൻ്റെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളായിട്ട് ക്രമീകരിച്ച് തരും. അങ്ങനെ ഓരോ ദിവസങ്ങളും പ്രത്യേകം പല മൊഡ്യൂളുകളിലായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്രമീകരിച്ച് തരും. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സിലബസ് ഏരിയ കൃത്യമായിട്ട് നമ്മൾ തീർക്കണം. ഇനി നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘടകമാണ് ഈ എക്സാം എഴുതുക എന്നുള്ളത്. അതായത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, റിവിഷൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്താലേ നമുക്കത് യഥാർത്ഥ പരീക്ഷയെ പ്രാവർത്തികമാക്കി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 50-ൽ പരം സബ്ജക്ട് വൈസ് എക്സാംസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ 100-ൽ പരം മോഡൽ എക്സാം, അതായത് നിങ്ങളുടെ ഈ 100 മാർക്കിൻ്റെ പരീക്ഷയുടെ അതേ മാതൃകയിൽ 100-ൽ പരം എക്സാമുകൾ നമ്മൾ മോഡൽ എക്സാം ആയിട്ട് ഇതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാംസ് ഉണ്ടാവും. അതായത് അത് വളരെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ നിങ്ങൾക്കറിയാം, 2022-ൽ നടന്ന റിക്രൂട്ട്മെൻറ്റ്, 2016 അങ്ങനെ കുറച്ച് പരീക്ഷകളേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ എക്സാം ആയിട്ട് തരും. അത് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ദെൻ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ലൈവ് എക്സാമുകൾ, പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ, പിന്നെ ടെലഗ്രാം ചാനൽ സപ്പോർട്ട്. ഇങ്ങനെ നിങ്ങളെ കൂടെ പരീക്ഷ വരെ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 1-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ നമ്മൾ പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ ആദ്യം ഡീറ്റെയിൽ സിലബസ് ഡിസ്കഷൻ ആണ് ഉണ്ടാവുക. അതായത് ഫസ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാക്കി തരും. അതായത് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് ആ സിലബസ് എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമാണ്. അത് നമ്മുടെ പഠനമുറിയുടെ മുമ്പിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കോപ്പി എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അത് നമ്മളിങ്ങനെ കാണണം. നമ്മൾ ഓരോ ഏരിയയും പഠിച്ചു പോകുമ്പോൾ അതിൽ ടിക്ക് ചെയ്ത് പോയാലാണ് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുക. ഓക്കെ, ആ രീതിയിൽ ഡീറ്റെയിൽ സിലബസ് ഡിസ്കഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓരോ ഏരിയയും വിശദീകരിച്ചിട്ട് ഏതിനാണ് പ്രാധാന്യം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു തരും. അതാണ് ഈ ഹോട്ട് ഏരിയ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്കറിയാം, ചില ഏരിയകൾ കൂടുതൽ മാർക്ക്, കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ മോളിക്കുലാർ ബയോളജി 24 മാർക്കിൽ പരം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ട് ഹോട്ട് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഈ പറഞ്ഞ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ, അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതാണ് തുടക്കത്തിലുണ്ടാവുക പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ്. ദെൻ നമ്മൾ ഈ 150 ദിവസത്തെ സ്റ്റഡി പ്ലാനിലേക്ക് പോകും. അത് 5 ഘട്ടങ്ങളായിട്ടാണ്, 30 ദിവസങ്ങൾ വീതമുള്ള 5 ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തുക. അതിൽ ഓരോ ഘട്ടത്തിലും പ്രത്യേകം ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓരോ ഘട്ടം കഴിയുമ്പോഴും സ്പെഷ്യൽ എക്സാമുകൾ ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതുവരെ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ എക്സാമുകൾ ഉണ്ടാവും. ആ രീതിയിലാണ് ഓരോ ഫേസും കടന്നു പോവുക. ഈ ഓരോ ഘട്ടങ്ങളും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകം നിങ്ങൾക്കറിയാം, PSC കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ 2022-ൽ 2021 കാലഘട്ടത്തിലാണ് മാറ്റം തുടങ്ങിയത്. പക്ഷേ 2022-ലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാര്യമായിട്ട് പുതിയ പാറ്റേൺ ചോദ്യങ്ങളൊന്നുമില്ല. വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് വിരലെണ്ണാവുന്ന ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം LGS, LDC മുതലായിട്ടുള്ള 10th ലെവൽ, 10th താഴെയുള്ള ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ, ഒരു 20ഓളം പാറ്റേണുകളുണ്ട്. ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം പരീക്ഷകളിൽ അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിശീലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ഏരിയയും പഠിക്കുന്ന സമയത്ത്, SCERT, NCERT ചാപ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. അതായത് നിങ്ങൾ ഓരോരുത്തരും ചോദ്യകർത്താക്കളായി മാറുമ്പോൾ പരീക്ഷാ ഹാൾ നമ്മൾ അങ്ങ് അന്താളിച്ച് പോകില്ല. ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും നമുക്കതൊരു വിഷയമായിട്ട് മാറില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും എന്തായിട്ട് മാറും, ചോദ്യകർത്താക്കളായിട്ട് മാറും. ഒരു പക്ഷേ നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ചോദ്യങ്ങൾ പോലും പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചോദ്യകർത്താവായി പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ശീലിച്ചുകൊണ്ടാണ്
നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ലൈവ് മോഡൽ എക്സാമുകൾ ഇതിനിടയിൽ ഉണ്ടാവും, ഓരോ ഘട്ടത്തിലും ലൈവ് മോഡൽ എക്സാമുകൾ ഉണ്ടാവും. പിന്നെ സൂപ്പർ ഹോളിഡേയ്സ്, അതായത് നമ്മൾ ഒരാഴ്ചയിൽ പഠിക്കുന്ന കാര്യങ്ങൾ, തിങ്കൾ ടു വെള്ളി പഠിക്കുന്ന കാര്യങ്ങൾ ശനിയാഴ്ച നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങളുടെ പോരായ്മകൾ എന്താണ് അതൊക്കെ തിരുത്താൻ വേണ്ട നടപടികളൊക്കെ എടുക്കാം. അങ്ങനെ ശനിയും ഞായറും ഈ ഹോളിഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇനി എത്രത്തോളം മെച്ചപ്പെടാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ഹോളിഡേയ്സ് ആണ്. എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാന്നല്ല, ആ ദിവസങ്ങളിൽ റിവിഷൻ എക്സാം, പിന്നെ അതിനെക്കുറിച്ച് അവിടെ എവിടെയാണ് എൻ്റെ പോരായ്മ, എവിടെയാണ് എനിക്ക് മാർക്ക് പോയത്, അതൊക്കെ മനസ്സിലാക്കി ആ ഏരിയ ഒന്നുകൂടെ നോക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശനിയും ഞായറും എന്ന് പറയുന്നതാണ് നമ്മൾ സൂപ്പർ ഹോളിഡേയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോട്ടിവേഷൻ സെഷനുകൾ ഉണ്ടാവും. നിങ്ങൾ വീക്ക് ആവുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ പ്രത്യേക ഇടവേളകളിൽ നിങ്ങൾക്ക് പ്രത്യേക മോട്ടിവേഷൻ സെഷനുകൾ, ലൈവ് മോട്ടിവേഷൻ സെഷനുകൾ നിങ്ങൾക്ക് വെച്ച് തരും. പ്രത്യേക അധ്യാപകരുടെ, ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ മോട്ടിവേഷൻ സെഷനുകൾ നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് വീഡിയോസ്. നമ്മൾ എപ്പോഴും മുന്നോട്ടേക്ക് പോകുമ്പോൾ പല സമയത്തും നമ്മുടെ രീതികൾ പല ടൈപ്പ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ ആകെ ഡൗൺ ആവും. അപ്പോൾ ആ സമയത്ത് നമ്മളെ മുൻഗാമികളായിട്ട് നേടിപ്പോയിട്ടുള്ള ആളുകൾ അവർ നേടിയതിൻ്റെ ആ ഒരു അഭിമാനബോധത്തോടെയുള്ള വാക്കുകൾ, അവർ നേടിയ വഴികളിൽ അവർ നേരിട്ട തടസ്സങ്ങൾ, അവരെങ്ങനെ അതിനെ തരണം ചെയ്തു, എങ്ങനെയാണ് അവർ ഈ ഒരു 1ാം റാങ്കിലേക്ക് അല്ലെങ്കിൽ ആദ്യ റാങ്കിലേക്ക് എത്തിച്ചേർന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടെ ചാടി സടകുടഞ്ഞ് എണീറ്റ് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കിട്ടും. അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള റാങ്ക് ഹോൾഡേഴ്സ് വീഡിയോസ് ഉണ്ടാവും. പിന്നെ ഏറ്റവും അവസാനം, അതായത് നിങ്ങൾ എഴുത്തു പരീക്ഷ ക്ലിയർ ചെയ്ത് അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിനുള്ള തയ്യാറെടുപ്പും കൂടെ തന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പേര് കാണിച്ചെടുത്ത ജോലി കിട്ടുന്നവരെ നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആദ്യ റാങ്കുകൾ നേടിയിട്ടുള്ള എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ് ഓരോ HSAയിലും പല ജില്ലകളിലും ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത്തവണയും നമുക്ക് ആ ഒരു നേട്ടം ആവർത്തിക്കണം. അതിന് നിങ്ങളൊക്കെ ഒരുക്കമായിക്കൊള്ളുക. ഇപ്പോഴേ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ, ഒരു പരീക്ഷ അടുത്ത് കഴിഞ്ഞാൽ, പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ 2 ആഴ്ചയൊക്കെ പഠിക്കാൻ ഏതൊരാൾക്കും പറ്റും. അങ്ങനെ പഠിക്കുന്നവരല്ല ഒരിക്കലും ആദ്യ റാങ്കുകൾ നേടിയിട്ടുള്ളത്. ആ ഒരു പരീക്ഷാ തീയതി പഠിക്കുന്ന പോലെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഒരു സീരിയസ് ആസ്പിരൻ്റ് ആയിട്ട് മാറിയിട്ട് യഥാർത്ഥ രീതിയിൽ ആ അളവനുസരിച്ച് പഠിച്ചു പോകുന്ന ആളുകളാണ് എന്നും ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളായി മാറാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അല്ലാതെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ട് ഉയർത്തെഴുന്നേറ്റ് ആ കുറച്ച് ദിവസങ്ങൾ അത് എല്ലാവരും നോക്കുന്നാടോ. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തരായി മാറുന്നത് ഇങ്ങനെ പഠിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ വരികയാണ് ഓഗസ്റ്റ് 1 മുതൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അവിടെ എൻട്രിയിൽ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.